നമസ്തേ. ഗീതാതരംഗത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് ഈ വിശേഷം നമ്മൾ വിശേഷിച്ച് പ്രജ്ഞ എന്ന് പറയുന്ന ആ ബോധാവസ്ഥയെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജ്ഞ പല വിധത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അവർ കാട്ടിത്തന്നു നമ്മുടെ ഋഷികൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ പ്രജ്ഞ എന്നുള്ള ആ വിഷയത്തിലേക്ക് നമുക്ക് കൂടുതലൊന്നും ഇറങ്ങിച്ചെല്ലാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പ്രജ്ഞ ലോകത്തിൽ നിന്ന്, പ്രജ്ഞയുടെ ആ ഡൊമൈനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യലോകത്തേക്കും മനുഷ്യവംശത്തിനും അതിലടങ്ങിയിട്ടുള്ള എല്ലാ വിജ്ഞാനധാരകളും വിജ്ഞാന സമ്പത്തും വിഭവസമ്പത്തുക്കളുമെല്ലാം എങ്ങനെ സമൂഹത്തിലേക്ക് എത്തി, അതിൻ്റെ ട്രാൻസിഷൻ പോയിൻറ്റ്സ് എന്താണ് എന്ന് നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇതെല്ലാം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും വേദാന്ത ധാരണികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ അവസ്ഥയാണ്. അചലാവസ്ഥ, നിശ്ചലാവസ്ഥ. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചലനമുണ്ടായാൽ മാത്രമേ പിറവി ഉണ്ടാവുള്ളൂ എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദങ്ങളും എല്ലാം ഋഷിമാർക്ക് കിട്ടിയിട്ടുള്ളത് ദൃക്കുകളായിട്ടാണ്, മന്ത്രദൃക്കായിട്ടാണ്. അവർ മന്ത്രസ്രഷ്ടാക്കളല്ല, അവർ മന്ത്രദ്രഷ്ടാക്കളാണ്. അതായത് അവരുടെ മനസ്സാകുന്ന ആ വലിയ സ്ക്രീനിൽ, മനോനിലയിൽ, മനസ്സാകുന്ന ലോകത്തിൽ, മനോവിഹാര ലോകത്തിൽ തെളിഞ്ഞു കണ്ട ചില ദൃശ്യവസ്തുക്കളാണ് മന്ത്രങ്ങൾ എന്ന് നാം വിശ്വസിക്കുന്നു. അതിന് അവർ പറയുന്ന പേര് പരാപശ്യന്തി എന്നാണ്. പര കഴിഞ്ഞ് പശ്യന്തി എന്ന അവസ്ഥ. പശ്യന്തി എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, സംസ്കൃതം അറിയാവുന്നവർക്കറിയാം, കാണുക എന്നാണ്. എവിടെയാണ് ഈ കാണുന്നത്? നിങ്ങളുടെ മനസ്സാകുന്ന ആ തിരശ്ശീലയിൽ, ബ്ലാങ്ക് ശുദ്ധമായിട്ടുള്ള തിരശ്ശീലയിൽ, ആ കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നതാണ് പശ്യന്തി. എന്തോ ആയിക്കോട്ടെ. ഋഷിമാർ കണ്ടത് വേദങ്ങളും അവരുടെ അതിൻ്റെ വിവിധ ശാഖകളായിട്ടുള്ള ഉപനിഷത്തുകളും വേദാന്തവുമാണ് അവർ കണ്ടത്. അവരതേപടി അടുത്ത സ്റ്റേജിലേക്ക് കടന്നു. മധ്യമ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ചെറിയൊരു ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് മധ്യമ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ഏറ്റവും ചെറിയ ക്വാളിറ്റിക്ക് അധമം എന്ന് പറയും, അതിനു മുകളിൽ മധ്യമം എന്ന് പറയും, അതിനു മുകളിൽ ഉത്തമം എന്ന് പറയും, അതിനും മുകളിൽ ഉത്കൃഷ്ടം എന്ന് പറയും. അതിനർത്ഥം മധ്യമ എന്ന് പറയുന്നത് അത്ര ഒരു പ്യൂരിറ്റി, ശുദ്ധിയുള്ളതായിക്കൊള്ളണമെന്നില്ല എന്നുള്ള ധ്വനി ആ വാക്കിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ അടുത്ത അവസ്ഥയിലാണ്, ഈ മധ്യമാവസ്ഥയിലാണ് ആശയങ്ങളും തത്വങ്ങളെല്ലാം വൈഖരി എന്ന് പറയുന്ന അന്തിമാവസ്ഥയിലേക്ക് എത്തുന്നത്. വൈഖരിയിലൂടെയാണ് മനുഷ്യൻ്റെ മനസ്സിന്ന് അവൻ്റെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള പ്രാണൻ അഥവാ വായു, നാവ്, ചുണ്ട് എന്നിവയിൽ കൂടെ ശബ്ദങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ശബ്ദം എന്താണ്? മന്ത്രങ്ങളാവാം, ശുദ്ധബദ്ധങ്ങളാവാം, ശുദ്ധ വിഡിതങ്ങളാവാം, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ തത്വങ്ങളടങ്ങുന്ന കാര്യങ്ങളാവാം. ഇതൊക്കെയാണ് നമ്മൾ ഈ 4 ട്രാൻസിഷൻ പോയിൻറ്റ്സ് ആയിട്ട് മനസ്സിലാക്കുന്നത്. പരയിൽ നിന്ന് തുടങ്ങി വൈഖരിയിലെത്തുന്നു. എന്ത്? വിജ്ഞാനം. വിജ്ഞാനത്തിൻ്റെ വഴി എങ്ങനെയാണ് ആ അഭൗമ ലോകത്തിൽ നിന്ന്, അചിന്ത്യവും അനന്തവുമായിട്ടുള്ള ലോകത്തിൽ നിന്ന്, അനാദിയും അനന്തവുമായിട്ടുള്ള ലോകത്തിൽ നിന്ന് വ്യാവഹാരിക ലോകത്തിലായി, ട്രാൻസാക്ഷണൽ വേൾഡിലായിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന ലോകത്തിലേക്ക് എങ്ങനെയാണ് ഋഷികൾ എത്തിച്ചു തന്നത് എന്നീ അവസ്ഥകളെ പറ്റിയിട്ടാണ് ഞാൻ ഈ ചുരുക്കം വാക്കുകൾ പറഞ്ഞത്. എന്നാൽ ഇതാണോ മുഴുവനും ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഈസ് ഓപ്പൺ ടു സെർച്ച്, ഇറ്റ് ഈസ് ഓപ്പൺ ടു റിസർച്ച് ഈവൻ നൗ. 11,000 വർഷങ്ങൾക്ക് മുമ്പാണ് വേദങ്ങൾ അഥവാ
വേദസാഹിത്യം ഉത്ഭവിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പാശ്ചാത്യരും പൗരസ്ത്യരുമായിട്ടുള്ള ചരിത്രകാരന്മാർ എങ്ങനെയൊക്കെയോ സമ്മതിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ സംഭവിക്കുന്നത്, പ്രജ്ഞ അതിൻ്റെ വേരിയസ് ബ്രാഞ്ചസ് വഴിക്ക് എങ്ങനെയാണ് മനുഷ്യലോകത്തിലേക്ക് എത്തിയത്, നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. ചരിത്രം അവിടെ നിൽക്കട്ടെ തൽക്കാലം. നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ്റെ ഉപദേശ ധാരകളിൽ കൂടെ മനസ്സിലാക്കുന്നത്. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞു. അർജുനൻ്റെ രൂപത്തിൽ നമ്മളെല്ലാവരും സംശയാലുക്കളായിട്ടുള്ള നമ്മളെല്ലാവരും വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് അർജുനൻ. അതുപോലെയുള്ള അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ മിക്കവരും, ചുരുക്കം ചില നേതാക്കന്മാരൊഴികെ, ചുരുക്കം ചില ധീരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ആൾക്കാരൊഴികെ ഭൂരിഭാഗവും ഇന്ന് അന്ധതയിൽ കിടന്ന് ഉഴലുകയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം ശ്രീകൃഷ്ണനെ പോലുള്ള ഒരാൾ അർജുനന് കിട്ടി ഭാഗ്യവശാൽ. അഥവാ നമുക്കെല്ലാവർക്കും ഭഗവത്ഗീത എന്ന യോഗശാസ്ത്രം, ഉപനിഷത്തിൻ്റെ സാരം, വേദങ്ങളുടെ സാരമായിട്ടുള്ള ഈ ഗ്രന്ഥം നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ലോകത്തിനുണ്ടായിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിലൂടെ ശ്രീകൃഷ്ണൻ എന്ന രൂപം കൊണ്ട ഒരു ആശയം, ഈ ആശയം വന്നത് എവിടെ നിന്നാണ്? പരായിൽ നിന്നാണ്, പശ്ചന്തിയിലാണ്, മധ്യമയിൽ കൂടെയാണ്, വൈഖരി കൂടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ആശയത്തിന് രൂപവും ഷേപ്പും ആകാരവും കൊടുക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് എത്തുന്നത്. പരിപൂർണമല്ലാത്ത മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഈ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നത് ഒരു രൂപത്തിൽ കൂടെ ആണെങ്കിൽ കൂടുതൽ സുഖകരമായി, കൂടുതൽ സുഗമമായി എന്നാണ് ജനം വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചത്, ഭഗവത്ഗീത എന്ന് പറയുന്നത് മമധർമ്മ എന്ന രണ്ട് വാക്കിൽ കൂടെ നമുക്ക് ഡിഫൈൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഈ മമധർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രജ്ഞ, സ്ഥിതപ്രജ്ഞത്വം, ഇക്വിപ്പോയ്സ് അഥവാ ഇക്വിലിബ്രിയം, യോഗം എന്ന് പറയുന്ന വാക്കുകൾക്കൊക്കെ അർത്ഥം നമുക്ക് കൽപ്പിക്കാവുന്നത്, മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ധർമ്മവും കർമ്മവും തമ്മിലുള്ള സന്തുലിത സംയോജനം, ധർമ്മവും കർമ്മവും തമ്മിലുള്ളൊരു വിവാഹം, ഒരു യോജിക്കൽ, ഒരു ചേർച്ചപ്പെടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റും. ഈ കർമ്മത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എല്ലാ മഹത്തുക്കളുടെയും ഉപദേശസാരങ്ങളും എല്ലാ ഋഷിമാരുടെയും അന്നും ഇന്നും ജീവിക്കുന്നതുമായിട്ടുള്ള ഋഷി പരമ്പരകളിൽ കൂടെ, ഗുരുപരമ്പരയിൽ കൂടെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് അത്യുത്തമമായിട്ടുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവത്ഗീത എന്ന ശാസ്ത്രഗ്രന്ഥമാണ്. ഈ ഭഗവത്ഗീതയിൽ കൂടെ മനുഷ്യന് അറിയാവുന്നതെല്ലാം കർമ്മത്തെപ്പറ്റിയും ധർമ്മത്തെപ്പറ്റിയും, കർമ്മം എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ദുഷ്കർമ്മങ്ങൾ സത്കർമ്മമായിട്ട് ഭവിക്കാം ഈശ്വര കൃപ കൊണ്ട് എന്നും നമുക്ക് കൃഷ്ണൻ മനസ്സിലാക്കി തരുന്നുണ്ട്. കൃഷ്ണൻ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും അതിനെ പറ്റിയിട്ട്. അഭിചേത്സു ദുരാചാര ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ എന്ന് പറയുന്നുണ്ട്. എത്ര ദുരാചാര വൃത്തികളിൽ വ്യവഹരിക്കുന്ന മനുഷ്യനായാലും ശരി, അവന് അതെല്ലാം ഉപേക്ഷിക്കാനായിട്ടൊരു മനസ്ഥിതി ഉണ്ടാവുകയും എന്നെ ഭജിക്കാൻ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, ഒരു മനോവസ്ഥ ഉണ്ടാക്കുകയോ ആണെങ്കിൽ ആ നിമിഷം തന്നെ അവൻ ദുഷ്കർമ്മത്തിൽ നിന്ന് മോചിതനായി എന്ന് ഭഗവാൻ നമുക്ക് വാക്ക് തരുന്നു. ദൃഢമായിട്ടുള്ള വാക്ക് തരുന്നു, സംശയത്തിന് വകയില്ലാത്ത വിധത്തിൽ വാക്ക് തരുന്നു. ആ നിലയ്ക്ക് നമുക്ക് ഭഗവത്ഗീത ഗ്രന്ഥത്തെ തന്നെ ഒരു ലിവിങ് ഗുരു, ഒരു സജീവ സാന്നിധ്യമായിട്ട് കാണാൻ പറ്റിയാൽ അതിലത്തെ ഉപദേശകനെ, കൃഷ്ണനെ നമുക്ക് ഉപദേശിയായിട്ട് അല്ലെങ്കിൽ ഒരു ഋഷിയായിട്ട് സങ്കല്പിക്കാമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 4 ദിശകളിൽ നിന്നും നമുക്ക് വേണ്ടതൊക്കെ ഗ്രഹിക്കാൻ പറ്റും. നല്ലതായാലും നമുക്ക് ഗ്രഹിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്നറിയാൻ പറ്റും. നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മഹത്തുക്കളും
ധർമ്മത്തെപ്പറ്റി സംസാരിക്കും, കർമ്മത്തെപ്പറ്റി സംസാരിക്കും. വേദാന്തികളും സനാതനികളും വിശ്വസിക്കുന്നത് ജന്മം എന്ന് പറയുന്ന ഒരു ധാരയുണ്ട്, ഒരു ശ്രേണി തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പൂർവ്വജന്മത്തിൽ ചെയ്തിട്ട് ഉണ്ടായിരിക്കാവുന്ന സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുടെയും ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ബന്ധപ്പെടാവുന്ന, അവലംബിക്കാവുന്ന ഏക മാർഗം സദ്വചനങ്ങളും ഋഷിമാരുടെ ഉപദേശങ്ങളും സദ്ഗ്രന്ഥങ്ങളുമാണ്. അവരാണ് നമ്മുടെ ഗൈഡ് പോസ്റ്റ് അഥവാ ദിശാചാലകങ്ങൾ, ദിശാസൂചികൾ. അവർ തരുന്ന ഉപദേശം സ്വീകരിക്കാമെങ്കിൽ, അവർ കാണിക്കുന്ന വഴിയിൽ നമുക്ക് സഞ്ചരിക്കാമെങ്കിൽ, നമുക്ക് ദുഷ്കർമ്മത്തെ പോലും കർമ്മമില്ലാത്തൊരവസ്ഥയാക്കി മാറ്റി സൽക്കർമ്മങ്ങൾ വഴി നമ്മുടെ പുണ്യശേഖരം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും എന്നാണ് ഗീത പറയുന്നത്. എന്നാൽ പോലും പുണ്യം ലക്ഷ്യമാക്കി നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗലോകത്തെത്തിയേക്കാം. പക്ഷെ അവിടെ പോലും കർമ്മം നമുക്ക് പ്രതികൂലമായി വരാൻ സാധിക്കും. അവിടെ സ്പെൻഡ് ചെയ്യുന്ന, അവിടെ ചിലവഴിക്കുന്ന ആ സമയം മുഴുവനും ആരോ ഒരാൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് പോലെ നമുക്ക് വീണ്ടും മടങ്ങി വരേണ്ടി വരും. അതിൻ്റെ അർത്ഥം പരിപൂർണമായിട്ടുള്ള ധർമ്മ-കർമ്മ സന്തുലിതാവസ്ഥ എത്തണമെങ്കിൽ നമുക്ക് കർമ്മവും ത്യജിക്കണം, ധർമ്മം ത്യജിക്കാതെ കർമ്മം ത്യജിക്കാൻ പറ്റണം. അതിനാണ് ഭഗവാൻ ഗീതയിൽ ഒരു അധ്യായം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്, കർമ്മസന്യാസ യോഗം. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. കർമ്മങ്ങളെ സന്യസിപ്പിച്ച്, അഥവാ കർമ്മങ്ങളെ ലോകോദ്ധാരണങ്ങളായിട്ടുള്ള, ലോകസഹായകരങ്ങളായിട്ടുള്ള, ലോക നന്മയ്ക്കുള്ള കർമ്മങ്ങളാക്കി മാറ്റി അതിൽ ദുഷ്കർമ്മത്തിൻ്റെ ഒരു ലെവലേശം പോലും അവശേഷിക്കാതെ നമുക്ക് ഈ അധ്യായം അഥവാ നമ്മുടെ ഈ ഡ്രാമ ഇവിടെ ഇത്തവണ അവസാനിപ്പിക്കാമെങ്കിൽ നമുക്ക് ഒരു തിരിച്ചറിവില്ലാത്ത ഒരു പുണ്യ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്നാണ്, അഥവാ ഒറിജിനൽ പ്രജ്ഞയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് കർമ്മത്തിൽ ശ്രദ്ധിക്കണം. ധാർമ്മികമായിട്ടുള്ള കർമ്മത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ കാര്യം അനുകൂലമായി തീരുമെന്നാണ് മഹാഗുരുവായിട്ടുള്ള ശ്രീ നാരായണ ഗുരുവിൻ്റെ ഉപദേശത്തിൽ ഒരു വാക്യം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കാം. അഥവാ ഒരു കോമായിട്ട് അപൂർണ വിരാമമായിട്ട് നിർത്താൻ പറ്റും. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് ഉപദ്രവമായി തീരരുത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന കർമ്മങ്ങളും ധർമ്മങ്ങളും അപരന്, മറ്റുള്ളവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന സുവ്യക്തമായിട്ട് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ആത്മോപദേശ ശതകം എന്ന 100 ശ്ലോകങ്ങൾ അടങ്ങുന്ന ആ മണിമുത്തുകളിൽ ഉപദേശിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് നിങ്ങളോട് വിട പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെയും മഹാഗുരുക്കന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. താങ്ക് യു.